കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. ഇങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആകപ്പാടെ സമനിലേറ്റി പോയി വിനായകന്. കാരണം ഈ കണ്ട സ്വത്തൊക്കെ അച്ഛമ്മ ഇനി മല അനാഥാലയത്തിനും കൊടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യുന്നൊരു ചിന്ത വരുവാണ്. അതൊക്കെ നന്ദിനിയോട് പറയണം. നന്ദിനിക്ക് പക്ഷെ അതൊന്നും കേട്ടിട്ട് ഒരു കുലുക്കമില്ല. നന്ദിനിയുടെ മനസ്സ് നിറയും വേദയുടെയും വിക്രത്തിന്റെയും കാര്യമായിരുന്നു. ആദ്യരാത്രി കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് അവർ കഥക് തുറന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ ആദ്യരാത്രി ആഘോഷിച്ച് കാണും. ആ ഒരു ചിന്തയായിരുന്നു നന്ദിനിയുടെ മനസ്സ് നിറയെ. നന്ദിനി ഓർത്തു, പോയി നോക്കിയാലോ, ഇതുവരെയായിട്ടും എന്താ അവർ ഇറങ്ങി വരാത്തെ, അവളെ പോയി വിളിച്ചുണർത്തിയാലോ, ചിലപ്പോൾ ആദ്യരാത്രി കഴിഞ്ഞതിന്റെ ക്ഷീണത്തിൽ കിടക്കുമായിരിക്കും എന്നൊരു ചിന്തയോട് കൂടിയിട്ട് സമനിലേറ്റിപ്പോൾ നന്ദിനി ഇരിക്കുകയാണ്. ഈ സമയം അച്ചമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അച്ചമ്മ അങ്ങോട്ട് വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും കമലയും സുധാകരൻ മാഷും അങ്ങോട്ട് വന്നു. പിന്നീട് കമലയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, എന്താണെങ്കിലും അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന നല്ല സമയത്ത് തന്നെയെന്ന് പറയണേ. കമല പറഞ്ഞു, അതെന്താ കണ്ടില്ലേ, ഇന്നലെ എന്താണെങ്കിലും രണ്ടെണ്ണത്തിനെ കൂടെ ഞാൻ ഒരു മുറിയിലാക്കി. ഇന്ന് കണ്ടോ, ഇന്നത്തോടു കൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് പറയണം എന്നും പറഞ്ഞ് അച്ഛൻ വന്ന് ചിരിക്കുകയാണ്. സുധാകരൻ മാഷ് അമ്മേനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി, നീ എന്താടാ എന്നെ നോക്കണേ? ഒന്നുമില്ലാന്ന് പറയാം. എടാ, ഇനിയെങ്കിലും നീ ഒന്ന് നന്നാവും നോക്ക്. നീ അവളെ നിന്റെ മരുമകളായിട്ട് അംഗീകരിക്കാൻ നോക്ക്. നീ ഇനിയിപ്പോൾ അവളെ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. അവർ രണ്ടുപേരുടെ ആദ്യരാത്രിയൊക്കെ ഇന്നലെ കഴിഞ്ഞു. പിന്നെ നീ എന്തിനാടാ ഇനി അവരെ രണ്ടുപേരെ അകറ്റി നിർത്തുന്നേ? നിന്റെ മരുമകളായിട്ട് നിനക്ക് അംഗീകരിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയാം. പിന്നെ നിന്റെ ആ സ്കൂളിലെ ആ പിള്ളേരുടെ കാണിക്കുന്ന ആ സ്വഭാവമൊന്നും വീട്ടിൽ കാണിക്കണ്ട എന്ന് പറയണ. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, ഞാൻ പലപ്പോഴും മാഷിനോട് പറഞ്ഞ വേറെ നല്ല കുട്ടിയാണ്, അവളെ അംഗീകരിക്കണമെന്ന്. പക്ഷെ മാഷിന് അതും കൂടെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് പറയാം. എടാ, നല്ലത് നായ്ക്ക് ചേരില്ലെന്ന് പറഞ്ഞോലെ നീ എന്തിനാണ് അവളെ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നത്? അതിന്റെ കാര്യമൊന്നുമില്ല. വേദയെ പോലൊരു പെൺകുട്ടിയെ നിന്റെ കുടുംബത്തിലേക്ക് മരുമകളാനായിട്ട് നീ വരണമെങ്കിൽ നീ പുണ്യം ചെയ്യണമെന്ന് പറയാം. അവൾ ഞാൻ കണ്ടെടുത്തോളം നല്ലൊരു പെൺകുട്ടി തന്നെയാ, വിക്രത്തിന് ചേരുന്ന പെണ്ണാ, അറിയാലോ. ഇനി ഇവിടുന്ന് പോയാലും ആ രീതി വേണം അവളെ കാണാനായിട്ട്, അല്ല നീ അവളെ അകറ്റി നിർത്തല്ലെന്നൊക്കെ പറഞ്ഞിട്ട് മാഷിന് ഉപദേശം കൊടുക്കുകയാണ്. മാഷ് പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടാ പറയണേ? അമ്മയ്ക്ക് അവന്റെ സ്വഭാവം അറിയാലോ, വിക്രത്തിന്റെ സ്വഭാവം അറിയാലോ, ഇതൊക്കെ അറിഞ്ഞിട്ടാണെന്ന് ചോദിക്കും. എടാ, അതൊക്കെ ശരിയാവും. ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്ത് നേരെയാക്കാണ്ട് സാധിക്കും, കണ്ടോ. അധികം വൈകാതെ തന്നെ നിനക്കത് മനസ്സിലാവുമെന്ന് പറയാണ്. ഈ പറഞ്ഞ നാവ് കൊണ്ട് തന്നെ നീ തിരുത്തി പറയും. വേറെ ഈ കുടുംബത്തിന്റെ ഐശ്വര്യമാണെന്ന് പറയും. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് പറയാൻ പഠിക്കരുത്. നിങ്ങളല്ലേ എന്നോടെല്ലാം ഒന്നും പറയാറില്ലോ, എല്ലാം ഒളിച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ കമലയ്ക്ക് മാത്രം എന്നോട് ഇത്തിരി സ്നേഹമുണ്ട്, അതുപോലെ നിനക്കില്ലാതെ പോയല്ലോ സുധാര എന്നൊക്കെ അമ്മണിയമ്മ പറയണം. അല്ല അമ്മ, അത് പിന്നെ ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അങ്ങനെ മാഷങ്ങോട്ട് എനിക്ക് പോയി കഴിഞ്ഞപ്പം കമലയോട് അമ്മണിയമ്മ പറഞ്ഞു, അവരിതിനായിട്ട് എഴുന്നേറ്റ് വന്നില്ലോ അല്ലേ? ഇല്ലാന്ന് പറയണം. രണ്ടു മണിക്ക് കിടന്ന് ഉറങ്ങട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇപ്പൊ വിളിക്കാനൊന്നും പോകണ്ടെന്ന് പറയണം. അമ്മണിയച്ചമ്മ ഭയങ്കര സന്തോഷത്തില്ല. തന്റെ ട്രിക്ക് ഏറ്റെന്നുള്ള രീതിയിലായിരുന്നു അവര്. ഈ സമയത്ത് വേദ എഴുന്നേറ്റ് കണ്ണുറന്ന് നോക്കുവാണ്. വിക്രം എഴുന്നേറ്റിട്ടില്ല, കൂറക്കം വലിച്ച് കിടന്ന് ഉറങ്ങുവാണ്. ഈ കൂറക്കം വലി കാരണം രാത്രി കിടന്ന് ഉറങ്ങാനും കൂടെ പറ്റിയില്ല. വേദയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുന്നേ ആ പടൊരു ബുദ്ധിമുട്ട്. വിക്രമാണ് എഴുന്നേറ്റിട്ടുമില്ല. വേദ എന്ത് ചെയ്യണം, അവിടെ ഇരുന്നൊരു ആപ്പിളൊക്കെ എടുത്തു. അങ്ങനെ ആ ആപ്പിളൊക്കെ എടുത്ത് കടിച്ച് തിന്നുവാണ്. ഈ സമയത്ത് വിക്രം പതൊക്കെ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേനും വേദ അവിടെ ഇരുന്ന് ആപ്പിൾ എടുത്ത് കടിച്ച് തിന്നോണ്ടിരിക്കുക. നീ ഇതെന്താ രാവിലെ പല്ല് പോലും ചേക്കാന്ന് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കണോ എന്ന് ചോദിക്കാം. അതേ, മനുഷ്യന് വിശന്നിട്ട് കണ്ണ് കാണത്തില്ല, സമയം എത്രയെന്ന് വല്ല ബോധം ഉണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു, നേരം വെളുത്തോ? നേരം വെളുത്തില്ല, ഇപ്പോഴും പാതിരാത്രി തന്നെയാന്ന് പറയണം. എന്തൊരു ഉറക്കമാന്ന് ചോദിക്കണം. അതെന്താ നിനക്ക് ഉറക്കമില്ലായിരുന്നോ? എങ്ങനെ ഉറങ്ങാനാ, ഞാൻ എപ്പത്തോട്ടോ ഉണർന്നിരിക്കുന്നറിയാവോ? എങ്ങനെ ഉറക്കം വരുമെന്ന് പറ. എന്തൊരു കൂർക്കം വലിയായിരുന്നു നിനക്ക് നാണമില്ലേ എങ്ങനെ കിടന്ന് കൂർക്കം വലിക്കാണെന്ന് ചോദിക്കും. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ഭയങ്കര കൂർക്കം വലിയായിരുന്നോ? പിന്നെ അല്ലാതെ, ഒരു വിധത്തിലാണ് ഞാനൊന്ന് നേരം വെളുപ്പിച്ചെടുത്തേ. എനിക്കാണ് വിശന്നിട്ട് കണ്ണ് കാണത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പിള് കഴിക്കണമെന്ന് പറയണം. പിന്നീട് വേദ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുന്നതിനും വിക്രം പറഞ്ഞു, ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറയണേ. എന്ത്, നീ ഇങ്ങനെയാണോ പോണേ? ഇങ്ങനെ പോകാതെ പിന്നെ ഞാൻ എങ്ങനെയാ പോണേ? അത് പിന്നെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ആദ്യരാത്രി കഴിഞ്ഞാണല്ലോ, അതുകൊണ്ട് ആദ്യരാത്രി കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വേറൊന്നും ഇല്ലല്ലോ, നമ്മളൊരു ഭാര്യ ഭർത്തൃ ബന്ധം ഒന്നും അയച്ചിട്ടില്ലോ എന്ന് പറയാം. നിങ്ങൾ കട്ടിലേലും ഞാൻ നിലത്തും, അതിനകത്ത് എന്താന്ന് ചോദിക്കുകയാണ്. അല്ല, അതങ്ങനെയല്ല, അച്ചമ്മയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണ്, അപ്പം നമ്മുടെ ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നല്ലേ. അതുകൊണ്ട് എന്താ ഇപ്പോൾ കുഴപ്പം? ഇല്ല, നീ ഇങ്ങനെ ഈ സാരിയൊന്നും ഉടയാതെ മുല്ലപ്പൂ ഒക്കെ പോകാതെ ഇങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ആ മുല്ലപ്പൂ ഒക്കെ ഇച്ചിരി ഒന്ന് പിച്ചിപ്പറിച്ച് കളാം, പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കുമോ എന്തെങ്കിലും ചെയ്യുക, ആ പൊട്ടൊക്കെ ഒന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് മായ്ച്ചു കളയാൻ പറയണം. ഇത് കേട്ടതും വേദ ഇങ്ങനെ വിക്രത്തിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ആഹാ,
നിങ്ങളാളെ കൊള്ളാലോ എന്ന് പറയണ. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാല്ലേന്ന് ചോദിക്കുക. എന്ത് അല്ല ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ? അല്ല അത് പിന്നെ ഇങ്ങനെയൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലേ അച്ഛമ്മ വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛമ്മയ്ക്ക് മനസ്സിലാവും നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമില്ലെന്ന്. ഓഹോ, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ തോന്നി? കന്യകയായി എൻ്റെ മുഖത്ത് നോക്കിയാണ് നിങ്ങളിങ്ങനെ അസംബന്ധം പറയുന്നേ? ആഭാസൻ, നിങ്ങൾ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കാം. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. അച്ഛമ്മയുടെ മുന്നിലെങ്കിലും അഭിനയിച്ചേ മതിയാവുള്ളൂ എന്ന് പറയാം. നിങ്ങൾ പറഞ്ഞല്ലേ ഇനിയിപ്പോൾ അഭിനയിച്ചില്ലെന്ന് വേണ്ട. ഇനി പാപം ആ വയസ്സായിരിക്കുന്ന അച്ഛമ്മ വിശ്വസിച്ചോട്ടെ നമ്മളൊന്നായെന്ന്. കാരണം ഇത്രയൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കിയതാ. കല്യാണമായിട്ടും മണിയറയായിട്ടും അലങ്കരിച്ച് പാവം എന്ത് പ്രതീക്ഷയോടെ കൂടിയിരിക്കുന്നത്. പ്രായമായ ഒരു അമ്മയല്ലേ, ആ അമ്മയെ വേദനിപ്പിക്കാൻ ഞാനില്ലെന്ന് പറയാണ്. പിന്നീട് മുടിയൊക്കെ ഒന്ന് വലിച്ചു വാരി കെട്ടി ഒരു ഉറക്കക്ഷീണത്തിന് ചാടോട് കൂടിയിട്ട് വേദ അങ്ങനെ കഥവ് തുറന്നിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും വിക്രത്തിന് സമാധാനമായി. സന്തോഷമായി. താൻ പറയുന്ന അവൾ അനുസരിച്ചല്ലോ. അങ്ങനെ ഇറങ്ങാൻ നേരത്ത് വേദ പറഞ്ഞു, ഗുണ്ടേ ഇതൊരു ശീലം ആക്കണ്ട കേട്ടോ എന്ന് പറയണം. അതെ ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ, നാളെ വീട്ടിൽ ചെന്നാൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറയണം. അങ്ങനെ വേദ ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും നന്ദിനി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നന്ദിനി അടിമുടി വേദയൊന്ന് നോക്കുകയാണ്. ഇവളുടെ പൊട്ടൊക്കെ മാഞ്ഞിരിക്കുന്നു. വേദ ഇങ്ങനെ ആകെ മടി നോക്കുന്നുണ്ടപ്പോൾ വേദ നോക്കി. എന്താ നന്ദിനി അടുത്ത് ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ലാന്ന് പറയണ. വേദ ഒരു നാണത്തോടെ ഒരു ചിരിയൊക്കെ ചിരിച്ചു. പിന്നീട് നന്ദിനി എന്താ നീ ഇങ്ങനെ ചിരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ല, ഈ വിക്രമേട്ടൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞും കൂടെ പോകുമ്പോഴത്തേനും നന്ദിനിക്കാണെങ്കിൽ ഇടുത്തി വീണ അവസ്ഥയായി തലയിൽ. ദൈവമേ, അവർ തമ്മിലുള്ള ആദ്യ രാത്രി കഴിഞ്ഞിരിക്കുന്നു. ഈ അച്ഛമ്മയുടെ ഒരു കാര്യം, അച്ഛമ്മ കാരണം എല്ലാം സംഭവിച്ചത്. അവളിനി വീട്ടിൽ നിന്ന് പോകുന്നു തോന്നുന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും 10 മാസം കഴിയുമ്പോൾ അവൾക്കൊരു കുഞ്ഞും കൂടെ പിറക്കും എന്നൊരു ചിന്ത നന്ദിനിയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുവാണ്. ഇത്രയും നാളെ കല്യാണം കഴിഞ്ഞിട്ട് തനിക്ക് വിനയേട്ടന് ഒരു കുഞ്ഞു പോലും ഇല്ല. ഇങ്ങനെ പോയാൽ അവളെ മിക്കവാറും ആദ്യം വിശേഷം അറിയിക്കും. അതൊക്കെ ഓർത്തപ്പം നന്ദിനിയുടെ ഉള്ള സമാധാനം കൂടെ പോയി. അങ്ങനെ വേദ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പത്തിന് മുത്തശ്ശി അങ്ങോട്ട് വന്നു. മുത്തശ്ശി വന്നിട്ട് വേദയെ അടിമുടിയും നോക്കി ലക്ഷണങ്ങളൊക്കെ നോക്കണം. അപ്പം ഞാൻ എന്താണെങ്കിലും ഇന്നലെ ആദ്യരാത്രി ആഘോഷിക്കാൻ പറഞ്ഞുവിടെ നല്ല കാര്യമല്ലേന്ന് ചോദിക്കുകയാണ്. വേദ ഒരു ചിരിയൊക്കെ ചിരിച്ചു. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, മോള് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാൻ പറയണം. അങ്ങനെ വേദ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി സന്തോഷത്തോടെ കമലയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് നമ്മുടെ ഐഡിയ ഏറ്റെന്ന് പറയണേ. എന്താ? അവളിപ്പോൾ കുളിക്കാനായിട്ട് പോയിട്ടുണ്ടെന്ന് പറയാണ്. കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഭഗവാനെ, ദേവി എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇപ്പോഴെങ്കിലും വിക്രത്തിന് നല്ല ബുദ്ധി തോന്നിയില്ലോ. ആകെപ്പാടെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി എങ്ങനെ അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമോന്ന്. എന്താണോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആ ഒരു സന്തോഷം കമലയുടെ മനസ്സിലുണ്ടായി. അങ്ങനെ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുധാരൻ മാഷ് പറഞ്ഞു, ഇനിയിപ്പോൾ അധികം സമയം നിൽക്കണ്ട, നമുക്ക് പോകണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അച്ഛമ്മ ചോദിച്ചു, അല്ല എടാ ഇത്ര നേരത്തെ പോകണം, വൈകുന്നേരമായിട്ട് പോയാൽ പോരെ. എൻ്റെ അമ്മേ അവിടെ ചെന്നിട്ട് 100 കൂട്ടം പണിയും കാര്യങ്ങളും ഉള്ളതെന്ന് പറയണം. അച്ഛമ്മയ്ക്ക് ആകെപ്പെടെ വിഷമമായി. അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, തൊടിയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഞാൻ പറിച്ചു തരാം, കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ. ഇത് കേട്ടതും കമല പറഞ്ഞു, വേണ്ട അമ്മയെന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഉള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാ? എനിക്ക് ആകെപ്പാടെ ഒരു മോനല്ലേ ഉള്ളൂ, അവനല്ലാതെ വേറെ ആർക്കാ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അച്ഛമ്മയുടെ വക കുറേ ലോഡ് സാധനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. അതൊക്കെ അങ്ങനെ വിശ്വവും വിനായകവും ചേർന്ന് വണ്ടിക്കകത്തേക്ക് എടുത്തു വെക്കുവാണ്. വിശ്വം പറഞ്ഞു, എൻ്റെ ദൈവമേ ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ശ്രീജ പറഞ്ഞു, ദേഹം അനെങ്കിൽ എന്തെങ്കിലും ചെയ്യുക വിശ്വേട്ടാ. അവിടെ ചെല്ലുമ്പോൾ ഇരുന്ന് വെറുതെ ഇരുന്ന് കഴിക്കാനുള്ളതല്ലേ, അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ. ഇനി അവിടെ പോയി റെസ്റ്റോറൻറ്റിൽ എടുക്കുന്നേ, ഇപ്പം ഇത് കൊണ്ടുപോയാലേ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീജ വന്നിട്ട് ചീത്ത പറയണം. അങ്ങനെ അവസാനം എല്ലാവരും കൂടെ പോകാനായിട്ട് വണ്ടിയിലേക്ക് കയറുവാണ്. ഈ സമയത്ത് വേദ അരിയിലേക്ക് വിളിച്ചു. അമ്മണിയമ്മ വിളിച്ചിട്ട് വേദ കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്കറിയാം നീ നല്ലവളാന്ന് എനിക്കറിയാം, ആ കുടുംബത്തെ നയിക്കേണ്ടവളെ, നിനക്കറിയാലോ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ. ഇത് കേട്ടതും വേദ തലയാട്ടി, എന്നെ കൊണ്ട് പറ്റുന്നോളൂ ഞാൻ ചെയ്തോളാന്ന് പറയണം. അച്ഛമ്മയുടെ എന്ത് സഹായം വേണേലും മോള് പറഞ്ഞാൽ മതി, അച്ഛമ്മ ആ സെക്കൻഡിൽ മോളുടെ അടുത്തേക്ക് വന്നേക്കാന്ന് പറയണം. പിന്നീട് അമ്മണിയച്ഛമ്മ എന്ത് ചെയ്യണം, തൻ്റെ കഴുത്തെ കിടക്കുന്ന ആ ഒരു വലിയ മാല എടുത്ത് വേദയുടെ കഴുത്തിലേക്ക് അണിയിച്ചു കൊടുക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം നിനക്കായിട്ട് ഞാൻ ഒന്നും തന്നിട്ടില്ല, ഇത് നിനക്കിരിക്കട്ടെ, എൻ്റെ സമ്മാനമാണ്, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇരിക്കട്ടെ എന്ന് പറയണം. ഇത് വണ്ടിയിലിരുന്ന് നന്ദിനി കണ്ടു. നന്ദിനിക്ക് സഹിക്കാൻ പറ്റില്ല. ദൈവമേ, അവളിത് എത്ര പവൻ വരും? ഒരു 3-4 പവനെങ്കിലും വരും ആ മാല. അവളത് അടിച്ചു മാറ്റിയിരിക്കുന്നു. തനിക്ക് ഒന്നും തന്നിട്ടില്ല അതിലായിട്ടും. ആ കിളവിത്തള്ള അവളാലോ കൊള്ളാലെന്നൊക്കെ വിചാരിക്കുകയാണ്. ഈ സമയം വേദ അച്ഛമ്മേനെ കെട്ടിപ്പിടിച്ച് നോക്കുകയാണ്. പിന്നീട് വേദ പറഞ്ഞ്, ഞങ്ങൾ ഇടയ്ക്ക് വരാട്ടോ എന്ന് വരണം എന്നൊക്കെ പറയണം. അങ്ങനെ അവരെ യാത്രയാക്കുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അമ്മണി അച്ഛമ്മയ്ക്ക് ആപ്പാട് ബുദ്ധിമുട്ട് തോന്നി. കാരണം 2-3-4 ദിവസമായിട്ട് നല്ല സന്തോഷത്തിലായിരുന്നു, എല്ലാവരുമായിട്ട് ഒച്ച അനക്കവും ബഹളവും ഒക്കെ. ഇനി തനിച്ചായതുപോലെ ഒരു വിഷമം അമ്മണി അച്ഛമ്മയെ പിന്തുടരുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെയായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.